പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊരു സിനിമയുണ്ടായിരുന്നു. ദിലീപിനോട് എനിക്ക് വ്യക്തിപരമായി ഒട്ടും താല്പര്യമുള്ള ആളല്ല. പക്ഷേ വലിയ സമ്മർദ്ദം എല്ലാ ഭാഗത്തു നിന്നും വന്ന് നല്ല സിനിമയാണെന്നും ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളെന്നുള്ള നിലയിലും നമുക്കൊന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ച് ഞാനും ഇഷ്ടമില്ലാത്ത രീതിയിൽ പോയി. പക്ഷേ മനോഹരമായ സിനിമയാണത്. ഏക കുറവ് ദിലീപ് അഭിനയിച്ചു എന്നെ സംബന്ധിച്ച്. കാരണം ദിലീപ് ഈ ഒരു കുസൃതിയിലൊക്കെ ചെന്ന് പെട്ടതുകൊണ്ട്. അപ്പോൾ എന്നാൽ ആ സിനിമയിൽ പറയുന്ന ഒരു സാധാരണ ക്യാൻറ്റീൻ നടത്തുന്ന ഒരു വനിതയുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു റീൽസിൻ്റെ കഥയാണ് പറയുന്നത്. എത്ര പെട്ടെന്നാണ് ഇതിന് സമാനമായ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നത്. ഇതിനു മുമ്പേ ഒരു ബസ്സിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ തട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു റീൽസ് എടുത്ത് തുടർച്ചയായി റീൽസ് ഇട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇല്ലാതായ ഒരു കഥയുണ്ട്, ഒരു സംഭവം ഉണ്ടായി. ഇതിന് സമാനമായി ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. കോഴിക്കോട് ഒരു 65 വയസ്സിന് മേൽ പ്രായം തോന്നിക്കുന്ന ഒരു ആൾ. കാരണം ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നവരൊക്കെ ഒരുപാട് ആളുകൾ പ്രായമുള്ളവരുമുണ്ട്. അതിൽ ഒരാൾ, ഒരു വനിത ആ ആട്ടോയിൽ കയറുകയും സ്റ്റുഡിയോയിൽ പോകണമെന്ന് പറഞ്ഞു. സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പോലും സ്റ്റുഡിയോ കേട്ടിട്ടുള്ളത് വളരെ അപൂർവമായിട്ടാണ്. സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ വസ്ത്രം വിൽക്കുന്ന ഒരു കമ്പനിയാണ്, ഒരു ഷോറൂമാണ്. കേരളത്തിലാകെ സ്റ്റുഡിയോ ഉണ്ട്, STUDIO സ്റ്റുഡിയോ. ഇവർ പറഞ്ഞത് സ്റ്റുഡിയോയിൽ പോകണമെന്നാണ്. പക്ഷേ ഇയാൾ കേട്ടത് സ്റ്റുഡിയോ എന്നാണ് ഇയാൾ ധരിച്ചത്. കാരണം ഇയാൾ സ്റ്റുഡിയോ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ സ്ഥലം പറയണമായിരുന്നു. സ്റ്റുഡിയോ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ പെട്ടെന്ന് സ്നേഹത്തോടു കൂടി ഒരു സ്റ്റുഡിയോ ഒരിടത്തുകൊണ്ട് നിർത്തി. ആ വനിത അതിനെ റീൽസാക്കി, ആട്ടോയുടെ നമ്പറൊക്കെ വെച്ച് അതിനെ വലിയ വിവാദമാക്കി. റീൽസ് വൈറലായി. അവസാനം അദ്ദേഹത്തിന് ഒരാൾ പോലും അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ കയറാതായി. അദ്ദേഹം 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. റീൽസ് പിൻവലിച്ചു. ഒക്കെ ചെയ്തെങ്കിലും ആ മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കി. തൻ്റെ പിതാവിന് തുല്യമായ, അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരന് തുല്യമായ, അല്ലെങ്കിൽ അങ്കിളിന് തുല്യമായ ഒരാൾ അദ്ദേഹത്തിൻ്റെ കേൾവിക്കുറവ് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിക്കാമോ? വനിതകളായാലും പുരുഷന്മാരായാലും റീൽസ് ഉണ്ടാക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? ഇപ്പോൾ പൊതുവായൊരു കാര്യം എന്ന് വിചാരിക്കുക, സർക്കാർ സംവിധാനത്തിൽ നിന്ന് തെറ്റ് ചെയ്യുന്നു, നമ്മൾ വിമർശിക്കാറുണ്ട്. ഞാനൊക്കെ ഒരുപാട് വിമർശിച്ച വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മന്ത്രിമാർ, സെക്രട്ടേറിയറ്റ്, IAS-കാർ, അതുപോലെ ഉദ്യോഗസ്ഥർ ഒക്കെ തെറ്റ് ചെയ്യുമ്പോൾ അത് പൊതുസമൂഹത്തിൽ തെറ്റ് ചെയ്യാതെ ജീവിക്കണം എന്നുള്ളത് കൊണ്ട് അവർ തെറ്റ് ചെയ്യുമ്പോൾ, അഴിമതി കാണിക്കുമ്പോൾ നമ്മൾ നിശ്ചിതമായി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചു കീറി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പൊട്ടിക്കാറുണ്ടെന്ന് പറയും വീഡിയോകളിൽ. പക്ഷേ സ്വകാര്യമായ കാര്യങ്ങളിലും ഇതുപോലത്തെ ജീവിത പ്രശ്നങ്ങളിലും ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. റീൽസ് അല്ല റിയൽ എന്നുള്ളത് ഈ വനിതകളും കുട്ടികളും നമുക്കുണ്ടാകുന്ന ഒരുപാട് അസൗകര്യങ്ങളുണ്ടാവും. താങ്കൾ എന്നാലും സ്റ്റുഡിയോ എന്ന്, അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു എന്നാണ് പറയണം. ഞാൻ സ്റ്റുഡിയോ എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല, എന്താണ് സ്റ്റുഡിയോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അതൊരു വസ്ത്രക്കടയാണ് എന്നവർ പറഞ്ഞു. ടെക്സ്റ്റൈൽസ് പോലത്തെ ഒരു കടയാണ് എന്നവർ പറയുമ്പോൾ, ഫാഷൻ വസ്ത്രങ്ങൾ കിട്ടുന്നൊരു കടയാണെന്ന് പറയുമ്പോൾ, ഷോറൂം എന്ന് പറയുമ്പോൾ, അപ്പോഴാണ് അയാളും ഇത് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ സ്റ്റുഡിയോ എന്നൊരു സംവിധാനം ഈ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെ ഉണ്ടെന്ന്. സ്റ്റുഡിയോ ആണ് അദ്ദേഹം കേട്ടത്. ഒരു കേൾവിക്കുറവിൻ്റെ ഭാഗമായി അതൊരു റീൽസായി മാറിയപ്പോൾ ഒരാളിൻ്റെ ജീവിതമാണ് ഇവിടെ ഇല്ലാതായത്. ഇവിടെ ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, സോഷ്യൽ മീഡിയ നമുക്ക് തന്നിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകളില്ലാത്ത സ്വാതന്ത്ര്യമാണ്. ബിയോണ്ട് ലിമിറ്റാണ് നമുക്ക് തന്നിരിക്കുന്ന ഫ്രീഡം. പക്ഷേ അത് ഉപയോഗിക്കുന്നവർ അച്ചടക്കത്തോടെ ഉപയോഗിക്കണം. പേനാക്കത്തി മുതൽ ആറ്റം ബോംബ് വരെയുള്ള ഓരോ കണ്ടുപിടുത്തവും, AI-യുടെ കണ്ടുപിടുത്തവും, മെറ്റായുടെ കണ്ടുപിടുത്തവും, സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തവും എല്ലാം 2 തലയുള്ള വാളാണ്, ഒരു തലയല്ല. ഒരു തലയാണെങ്കിൽ നമുക്കൊരു പിടിയും കാണും, ഒരു വാളിൻ്റെ മറ്റേ അറ്റം കാണും. മറ്റേ അറ്റമായിരിക്കും മൂർച്ചയുള്ളത്, പിടി പ്രശ്നവുമില്ലായിരിക്കും. അതേസമയം തിരിച്ച് ചിന്തിക്കുമ്പോൾ 2 അറ്റവും മുനയുള്ള വാളാണെങ്കിൽ അത് പിടിക്കുന്ന ആളിൻ്റെ കൈ മുറിയും എന്ന് മനസ്സിലാക്കുക. അത് വീശുമ്പോൾ അടുത്ത ആളിൻ്റെ കൈ മുറിയുമ്പോൾ നമ്മുടെ കൈ മുറിയും എന്ന് നമ്മൾ അറിയുക. 2 വശമുള്ള, 2 തലയ്ക്കലും മൂർച്ചയുള്ള വാളാണ് സോഷ്യൽ മീഡിയ. അത് എപ്പോൾ ആർക്ക് എങ്ങനെ തിരിച്ചടിക്കുമെന്നും ബൂമറാങ് ആകുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നൊരു കാര്യം, കൃത്യം കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട
ഒരു സമൂഹമാണ്. റീൽസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ വലിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പുറത്തുള്ള ഒരാളിൻ്റെ ജീവനാണ്, ജീവിതമാണ് എൻ്റെ ഒരു റീൽസിലൂടെ, എൻ്റെ ഒരു പ്രതിഷേധത്തിലൂടെ തീരുന്നത്. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റും, കുഴപ്പങ്ങൾ പറ്റും. നമ്മളെ നാട്ടുകാർ ചിലപ്പോൾ കൂടുതൽ പൈസ മേടിക്കും. അവരോട് പറഞ്ഞ് തീർക്കുക. പ്രതിഷേധമുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് തീർക്കുക. അല്ലെങ്കിൽ അങ്ങനെ അവരോട് പറഞ്ഞ് തീർത്തില്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുത്ത് അതിന് പരിഹാരം കാണുക, നീതി തേടുക എന്നതിനപ്പുറം മറ്റൊരാളിൻ്റെ ജീവിതം വെച്ച് പന്താടുന്നത് സുഖകരമല്ല. ഇന്നൊരു ഓട്ടോ ഡ്രൈവറാണെങ്കിൽ, പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ഒരു ക്യാൻറ്റീനിലെ ബിന്ദു പണിക്കറാണെങ്കിൽ, അവിടെ മറ്റ് കണ്ണൂർ ഭാഗത്ത് നടന്ന ഒരു യാത്രക്കാരൻ, ചെറുപ്പക്കാരനായ ഒരു യാത്രക്കാരനാണ് മരിച്ചു പോയതെങ്കിൽ ഇങ്ങനെ ആയിരങ്ങൾ റീൽസിൻ്റെ ഭാഗമായി ആത്മാഹുതി ചെയ്യുകയും ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറുകയും ചെയ്യും. ഒരു കാരണവശാലും നമുക്കൊരു കഴിവുണ്ടെന്ന് വിചാരിച്ച്, നമ്മുടെ കയ്യിലൊരു നല്ല മൊബൈൽ ഉണ്ടെന്ന് വിചാരിച്ച് ഇത്തരം വീഡിയോകൾ എടുത്ത് പ്രചരിപ്പിക്കരുത്. അതിവൈകാരികമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയുടെ ഫലമായി അപ്പുറത്ത് നശിക്കുന്നത് ഒരു ജീവിതമായിരിക്കും, ഒരു ജീവനായിരിക്കും. ഒരുപക്ഷെ അത് നമുക്ക് കെട്ടിപ്പടുത്ത് കൊടുക്കാൻ കഴിയാത്തതാണ്. മറ്റൊരാളിൻ്റെ ജീവൻ എടുക്കാനും ജീവിതം കൊടുക്കാനും നമുക്ക് കഴിയില്ല. കൊടുക്കാൻ നമുക്ക് കഴിയില്ല. എടുക്കാൻ നമ്മളുടെ ഒരു ചെറിയ പ്രവൃത്തി മതിയാകും. ബി ജാഗ്രത.